ഉറപ്പാണല്ലോ നീ എന്റെ കൂടെ ഫ്ലാറ്റ് വന്ന് നിക്കുന്നു? ശനിയാഴ്ച ഞായറാഴ്ച ഞാൻ വന്ന് നിക്കാം. പക്ഷെ അമ്മൂമ്മയുടെ കയ്യിൽ പെർമിഷൻ മേടിച്ചു. അത് ഞാൻ ഏറ്റു. നീ എന്താ ആലോചിച്ച് നടക്കാ? ഒന്നുമില്ല. മുഖം കണ്ടറിയാം എന്തോ ആലോചിച്ച് നടക്കുവാ. നിന്റെ പ്രായത്തിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നു പാറു. വളരണ്ടായിരുന്നു. വളർന്നു കഴിഞ്ഞാലേ പ്രശ്നങ്ങളും അതിന്റെ കൂടെ വളരും. പാറു, കീശന്റെ അടുത്ത് പോയിട്ടേ ഞാൻ വിളിക്കണോന്ന് പറയോ? എന്തു പറ്റി? എന്താ പ്രശ്നം? എനിക്ക് മടുത്തടി ഇങ്ങനെ ഒളിച്ചു കളി. എത്രയാന്ന് വിചാരിച്ചിട്ടാ ഞാൻ. ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റില്ല അല്ലേ? എന്തു പറ്റി? നീ വിളിച്ചു പറയുന്ന കേട്ടു. ഞാൻ ഇവിടെ വന്നിട്ട് എന്നോട് മര്യാദക്ക് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ, അതാ. അങ്ങനെ മര്യാദക്ക് സംസാരിക്കാൻ നമുക്ക് മര്യാദക്ക് എല്ലാം വേണ്ടേ? അങ്ങനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനില്ലല്ലോ. ഞാനേ പാറുവിനെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോവാൻ അമ്മമ്മയുടെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് വരാം. നിങ്ങൾ സംസാരിച്ചിട്ട്. എനിക്ക് മനസ്സിലായേ? അമ്മൂമ്മയുടെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് വരാം. അതെ, ഈ പറഞ്ഞ കാര്യം തമാശയല്ല. എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്ന് ആലോചിക്കണ്ടെന്ന് വെച്ചാൽ അതിനും പറ്റുന്നില്ല. ഇപ്പം നിനക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ലാതെ മനസ്സിന് ഭയങ്കര സന്തോഷമായിട്ടിരിക്കില്ലേ? ആണല്ലോ. ഇനി നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ചാകുമ്പോൾ നീ സങ്കടപ്പെടും, അത് കണ്ട് ഞാൻ സങ്കടപ്പെടും. അതിന്റെ ആവശ്യമുണ്ടോ? എന്തും മിണ്ടായിരിക്കണമെന്നും പറയല്ലേ? ഞാനേ ഇവിടെ നിന്നാലോന്ന് ആലോചിക്കുക. അതിപ്പോ നമ്മള് ഫിക്സ് ചെയ്തല്ലോ. നീ ഇവിടെ നിൽക്കുന്നു, രണ്ടുപേരും കൂടെ നമ്മൾ 2 ദിവസം അടിച്ച് പൊളിച്ചിട്ട് നാളെ വൈകിട്ട് ഇങ്ങനെ പോകുന്നു. 2 ദിവസത്തേക്കല്ല, ഇവിടെ സ്ഥിരമായിട്ട് നിന്നാലോന്ന്. ഞാൻ നിർബന്ധിച്ചാ നീ സമ്മതിക്കാതിരിക്കൂ? നീ പറഞ്ഞു. അതായത് നമ്മളിപ്പോ 2 ദിവസം നിക്കാൻ പ്ലാൻ ചെയ്തില്ലേ, അതേപോലെ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ അങ്ങനെ നിന്നാലോന്ന്. എന്താ പറയുന്നു? തമാശ പറയല്ലേ മെർലിന്? തമാശയൊന്നല്ല. ഞാൻ ഇന്നു മുതൽ ഇവിടെ നിക്കാൻ പോവാ. ഡാഡി മമ്മി വിളിക്കുകയാണെങ്കിൽ നമ്മുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. നീ എന്താടാ ഇങ്ങനെ വെന്ത പോലെ നിക്കണ? എന്താണ് ശേഷം? എന്തു പറ്റി? അവള് തീർത്തും വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെന്താ പ്രശ്നം? ചേച്ചി കൈകാലൊക്കെ ഉറക്കണ്. അവിടെ കാര്യം പറ. നീ ഇനി പോലും അവളിവിടെ നിൽക്കാൻ പോണെന്ന്. അവളുടെ അച്ഛനും അമ്മയും ചോദിച്ചാൽ രജിസ്റ്റർ കഴിച്ചെന്ന് പറയാൻ പറഞ്ഞു. ചേച്ചി എനിക്കിപ്പോ ഒന്നും വേണ്ട. ഞങ്ങൾക്കിപ്പോ ഒന്നും വേണ്ട. അമ്മായി പണി പാളിന്നാ തോന്നണേ. പാളി എന്നാ തോന്നണേ.